പ്രേക്ഷകർ. അല്ല അങ്ങനെയല്ല, എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയ അല്ലെങ്കിൽ മെച്ചോർഡായ എല്ലാവരും കാണാൻ പറ്റും. അപ്പൊ എന്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ്. അപ്പൊ അവർക്ക് കാണാൻ പറ്റും. കൂടുതൽ എന്താ പറയാ, കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ളതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു, ഗംഭീര ഫീഡ്ബാക്ക്. ഐ മീൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു സത്യത്തിൽ. നമ്മളെ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്തതുകൊണ്ട് നമുക്കും അറിയില്ല എന്താണെന്ന്. പക്ഷെ ദാറ്റ്സ് വൺ ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസ് ഒക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല, നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ്. സിനിമ ആകെ ഒരു ടീസറും 2 പോസ്റ്ററും വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സത്യം. ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ഫിൽം മേക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസന്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കായിരുന്നു. ഇനി ഒരു സിനിമയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആൻഡ് ഐ താങ്ക് ദി എൻറ്റയർ ടീം, മീഡിയാസ്, എല്ലാവർക്കും. ഞാൻ ഇന്റർവ്യൂവിൽ വരാതെ ഇരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഉണ്ണിമുന്നിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ണിമുന്നിൽ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് അത് ഭയങ്കര ഹൈപ്പിലെത്തിയ ഒരു സിനിമയായിരുന്നു. അത് മാർക്കോ നല്ല ഹൈപ്പായിരുന്നു, അത് കുറച്ചതായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രേക്ഷകൻ ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുന്നത്. ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവിൻസിംഗ് ഇനഫ്. എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ, അതിന്റെ മുകളിൽ സാധനം. ദാറ്റ് ഈസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു, സന്തോഷ് വർക്കി, ബേബി ചീ, ഷാൻ റഹ്മാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കി തന്നു. ഇന്ന് ഷാൻ റഹ്മാന്റെ പാട്ട് ട്രെൻഡിങ് 1-ലാണ് നിൽക്കുന്നത്. ഞാൻ 2 വീഡിയോ ഡയറക്ട് ചെയ്തു. ഐ വാസ് ജസ്റ്റ് ഹാവിങ് എ ബ്ലാസ്റ്റ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടുന്ന് ഹനീഫ് 0.20 എന്താ പറയാ 2.0 ഹനീഫ് 2.0 ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് മാറിയിരിക്കും. ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്രൊമോഷനിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആയിരിക്കും. ഐ ജെന്വൻലി ഫീൽ ദാറ്റ് ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ്. എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കിങ്ങും നല്ല ടീം, ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കോ. ഞാൻ വില്ലനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതേ ക്യാരക്ടർ ഹീറോ ആയിട്ട് വരുന്നു. അതെന്റെ ഒരു പേഴ്സണൽ വാശിയും കൂടി വരും. അത് ഈ സിനിമയിലൂടെ വന്ന് ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കംപ്ലീറ്റ് ഒരു പ്രൊഡക്ഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, UMF ആണെങ്കിലും ക്യൂബ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്റെ സുഹൃത്തുക്കളാണ്. അവരുടെ സിനിമകൾ വിജയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻസൺ ഹാസ് ഡൺ ദി ബെസ്റ്റ്. ഐ മീൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസൺ. ഈസ് വെരി സെലക്റ്റീവ്. പക്ഷേ ഇവിടുന്ന് ആൻസണ് നല്ലതുണ്ടാവും. അഭിമന്യു തിലകൻ സാറിന്റെ ഗ്രാൻഡ് സൺ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്താ ഇഷാൻ എന്ന് പറയുമ്പോൾ പുതിയ ആക്ടർ ഇതിൽ വന്നിട്ട്, ധ്രുവ, യുക്തി, കബീർ, ദേ ഡൺ ഫെന്റാസ്റ്റിക്. ഇത് എന്റെ മാത്രം ഉണ്ണിമുകുന്ദൻ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല. ഞാൻ എന്താ പറയുന്നത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ചെയ്യാവുന്ന 6-7 ഫൈറ്റ്. ഐ തിങ്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റ് ആണ്. നിങ്ങളുടെ എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. കണ്ടവരുണ്ടോ ഇവിടെ സിനിമ? നിങ്ങളുടെ ഏത് ഫൈറ്റാ ഇഷ്ടം? എന്റെ ഭാഗ്യം. അത് ഭയങ്കര കലൈ കിങ്സിന്റെ കൊറിയോഗ്രാഫി ആൻഡ് എന്റെ കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ്, അവരുടെ സിങ്ക്, നല്ല ഇടിയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇടിപടത്തില് നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളതാണ്. ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട്. തിയേറ്ററിൽ എന്തോ വിസിലടി ഉണ്ടായി. ഈ വിസിലടിക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിന്റെ മെയിൻ ഒരു ക്യാച്ച് എന്താന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് അങ്ങനെ വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ട്, സിനിമ പഠിച്ചിരുന്ന ആളൊന്നുമില്ല. പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മേപ്പടിയാൻ തൊട്ടൊരു മാറ്റം വരുത്തി. ഒരു 5-6 വർഷം ആക്ഷൻ മാറി നിന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്യുന്നത് ഒരു കിണ്ണങ്കാച്ച ഐറ്റം ആയിരിക്കും. ഐ എം സോ ഹാപ്പി ദാറ്റ് യൂത്തിന് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വില്ലനായി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് മലയാള സിനിമയിൽ വന്നതെന്ന് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു, ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരുപാട് സന്തോഷം. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ഡാൻസറും വില്ലനായിട്ടൊക്കെ തുടങ്ങി. അപ്പൊ ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുത്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. അത് ഇവിടുന്ന് ഇനിയിപ്പോ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ കട്ട്. എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം അതേ ചെയ്യും. അതിൽ
വേറെ എന്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ല. ഈ ഉണ്ണിച്ചേട്ടൻ